1977 ഒരു മനോഹരമായ ദിവസമാണ് കഥ തുടങ്ങുന്നത്. വെറും 5 വയസ്സുള്ള കുഞ്ഞൻ പീറ്റ് തൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം കാടിനുള്ളിലൂടെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവൻ ജീവിതം ഇത്ര പെട്ടെന്ന് മാറിമറിയുമെന്ന് ആ കുഞ്ഞ് ഒരിക്കലും കരുതിയിരുന്നില്ല. യാത്രക്കിടയിൽ പെട്ടെന്ന് ഒരു മാൻ കാറിന് മുന്നിലേക്ക് ചാടി വരുന്നു. അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ച കാർ നിയന്ത്രണം വിട്ട് ഭീകരമായി അപകടത്തിൽപ്പെടുന്നു. ആ ഒരു നിമിഷം കൊണ്ട് പീറ്റിൻ്റെ ലോകം തകർന്നു വീഴുകയായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും സംഭവസ്ഥലത്ത് തന്നെ മരിക്കുന്നു. എന്നാൽ അത്ഭുതകരമായിട്ട് കുഞ്ഞൻ പീറ്റ് മാത്രം ജീവനോടെ രക്ഷപ്പെടുന്നു. ചുറ്റും ആരുമില്ല, വിളിച്ചാൽ മറുപടി പറയാനും ഒരാളുമില്ല. കയ്യിലാകെ ബാക്കിയുള്ളത് അവൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറിയ കഥാപുസ്തകം മാത്രം. ഭയന്നും കരഞ്ഞും എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുഞ്ഞ് കാടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങുന്നു. ഓരോ ശബ്ദവും അവനെ പേടിപ്പെടുത്തുന്നുണ്ട്. ഓരോ നിഴലും ഒരു ഭീഷണി പോലെ തോന്നുന്നു. അപ്പോഴാണ് എവിടെ നിന്നോ ഒരു കൂട്ടം ചെന്നായ്ക്കൾ അവനെ വളഞ്ഞാക്രമിക്കാൻ തുടങ്ങുന്നത്. ഇനി എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ ആ നിമിഷത്തിൽ കാടാകെ നടങ്ങുന്ന ഒരു വലിയ ഗർജനം മുഴങ്ങുന്നു. പച്ച നിറമുള്ള ഭീമൻ ശരീരവും മഞ്ഞ നിറത്തിൽ തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു അത്ഭുത ജീവി ആകാശത്ത് നിന്ന പോലെ അവരുടെ മുന്നിലേക്ക് എത്തുന്നു. ഒരു ഡ്രാഗൺ. അവനെ കണ്ടത് മാത്രം ചെന്നായ്ക്കൾ ഭയന്ന് ഓടിപ്പോകുന്നു. എന്നാൽ ആ ഭീമൻ ഡ്രാഗൺ പീറ്റിനെ ഒരു നിമിഷം പോലും ഭയപ്പെടുത്തുന്നില്ല. കാരണം അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നത് ക്രൂരതയല്ല, നിറഞ്ഞ സ്നേഹമായിരുന്നു. ഈ കുഞ്ഞിന് ഈ ലോകത്തിന് ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ഡ്രാഗൺ അവനെ സ്വന്തം കുഞ്ഞിനെ പോലെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മനുഷ്യനും ഡ്രാഗണും തമ്മിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുത സൗഹൃദം അവിടെ ജനിക്കുകയായിരുന്നു. പീറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കഥാപുസ്തകത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് എലിയറ്റ് എന്നായിരുന്നു. തൻ്റെ ജീവിതം രക്ഷിച്ച ആ സ്നേഹമുള്ള ഡ്രാഗണ് പീറ്റ് അതേ പേര് തന്നെ നൽകുന്നു. ആ നിമിഷം മുതൽ അവർ ഒരു കുട്ടിയും അവൻ്റെ വളർത്തുമൃഗവും മാത്രമായിരുന്നില്ല, അവർ പരസ്പരം നഷ്ടപ്പെട്ട കുടുംബമായി മാറുകയായിരുന്നു. അങ്ങനെ സമയം പതിയെ കടന്നുപോയി. 6 വർഷങ്ങൾക്ക് ശേഷം കലണ്ടർ 1983 മാറുന്നു. ഇപ്പോൾ പീറ്റ് 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എന്നാൽ അവൻ വളർന്നത് മനുഷ്യരുടെ ഇടയിലല്ല, പ്രകൃതിയുടെ മടിയിലായിരുന്നു. ആ കാടും അവിടുത്തെ മൃഗങ്ങളും, ഏറ്റവും പ്രധാനമായി എലിയറ്റുമായിരുന്നു അവൻ്റെ ലോകം. കാട്ടിലെ ഓരോ വഴിയും അവന് പരിചിതമാണ്. ഏത് മരത്തിലാണ് പഴങ്ങൾ കിട്ടുക, എവിടെയാണ് വെള്ളം ലഭിക്കുക, എങ്ങനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, എല്ലാം അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. പീറ്റിനും എലിയറ്റിനും ഇനി രക്തബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായൊരു ബന്ധം അവർക്കിടയിൽ വളർന്നിരുന്നു. ഒരാൾക്ക് മറ്റൊരാൾ തന്നെയായിരുന്നു കുടുംബം, ആശ്വാസം, ജീവിതം. ഓരോ രാത്രിയും പതിവ് പോലെ പീറ്റ് തൻ്റെ പഴയ കഥാപുസ്തകം തുറക്കും. മാതാപിതാക്കളുടെ ഓർമ്മയായി ഇന്നും അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന അതേ പുസ്തകം. അതിലെ ഓരോ കഥയും അവൻ എലിയറ്റിന് വായിച്ചു കൊടുക്കും. മനുഷ്യരുടെ ഭാഷ മനസ്സിലാകുന്ന ഒരു കുഞ്ഞിനെ പോലെ എലിയറ്റ് അതെല്ലാം നിശബ്ദമായി കേട്ടിരിക്കും. ആ രാത്രികളിൽ കാടിന് നടുവിൽ മുഴങ്ങിയത് കഥകളുടെ ശബ്ദമല്ല, 2 ഹൃദയങ്ങൾ പങ്കിട്ട സ്നേഹമായിരുന്നു. അതേസമയം ആ വനത്തിൻ്റെ സംരക്ഷണ ചുമതല വഹിച്ചിരുന്നത് ഗ്രേസ് എന്ന ഫോറസ്റ്റ് റേഞ്ചറായിരുന്നു. കാടിനെയും അതിലെ ജീവജാലങ്ങളെയും സ്വന്തം കുടുംബത്തെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീ. ഈ വനത്തിന് ഒരപകടവും വരരുതെന്ന് അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം ജാക്ക് എന്ന മരം വെട്ടുകാരൻ തൻ്റെ തൊഴിലാളികളോടൊപ്പം കാട്ടിലേക്ക് എത്തുന്നു. കൂടെ അവൻ്റെ കൊച്ചുമകൾ നദാലിയും ഉണ്ടായിരുന്നു. മരങ്ങൾ മുറിക്കുന്ന വലിയ യന്ത്രങ്ങളുടെ ശബ്ദം കാടാകെ മുഴങ്ങിത്തുടങ്ങി. ആ ശബ്ദം കേട്ട പീറ്റ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മനുഷ്യരെ കാണാനുള്ള കൗതുകത്തിൽ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്ന് അവരെ നിരീക്ഷിച്ചു. എന്നാൽ അവനെ ആദ്യം ശ്രദ്ധിച്ചത് നദാലിയായിരുന്നു. ആരാണത് എന്ന കൗതുകത്തിൽ അവൾ പീറ്റിൻ്റെ പിന്നാലെ ഓടിത്തുടങ്ങി. ആരുമായും ഇടപഴകാൻ പതിവില്ലാത്ത പീറ്റ് ഭയന്ന് അടുത്തുള്ളൊരു വലിയ മരത്തിലേക്ക് അതിവേഗം കയറി. പക്ഷേ അവനെ പിടിക്കണമെന്ന വാശിയിൽ നദാലിയും മരത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. ഒരു നിമിഷത്തെ അശ്രദ്ധ, അവളുടെ കൈ വഴുതി. താഴേക്ക് പതിക്കാൻ തുടങ്ങിയ നദാലിയെ കണ്ടപ്പോൾ സ്വന്തം ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ പീറ്റ് മിന്നൽ വേഗത്തിൽ ചാടി അവളെ തൻ്റെ കൈകളിൽ സുരക്ഷിതയായി പിടിച്ചെടുത്തു. ആ ചെറിയ നിമിഷം 2 വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിച്ചിരുന്ന 2 കുട്ടികളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ നദാലിയെ രക്ഷിക്കുന്നതിനിടെ പീറ്റിനും ബാലൻസ് നഷ്ടമാവുന്നു. ഇരുവരും മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ഭാഗ്യവശാൽ വലിയ അപകടമൊന്നും സംഭവിക്കുന്നില്ല. ആ ശബ്ദം കേട്ട് ഫോറസ്റ്റ് റേഞ്ചറായ ഗ്രേസ് ഉടനെ അവിടേക്ക് ഓടിയെത്തുന്നു. അവിടെ കണ്ട കാഴ്ച അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. നീണ്ട മുടിയും കീറിയ വസ്ത്രങ്ങളും കാട്ടിൽ ജീവിക്കുന്ന ഒരു വന്യകുട്ടിയെപ്പോലെ തോന്നിക്കുന്നൊരു ബാലൻ. വർഷങ്ങളായി മനുഷ്യരിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്ന പീറ്റിനെ കണ്ടപ്പോൾ ഇവൻ ആരാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന ചോദ്യങ്ങൾ ഗ്രേസിൻ്റെ മനസ്സിൽ നിറഞ്ഞു. പക്ഷേ മനുഷ്യരെ വിശ്വസിക്കാൻ മറന്നുപോയ പീറ്റിന് അവരെ കണ്ടത് ഭയമായിരുന്നു. അവസരം കിട്ടിയതും അവൻ വീണ്ടും കാട്ടിലേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ തവണയും ഗ്രേസും മറ്റുള്ളവരും അവനെ പിടികൂടി. അവൻ്റെ കൈവശമുണ്ടായിരുന്ന സാധനങ്ങൾ പരിശോധിക്കുമ്പോഴാണ് വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന ഒരു പഴയ കോമ്പസ് ഗ്രേസിന് ലഭിക്കുന്നത്.
അത് കണ്ട നിമിഷം അവളുടെ മനസ്സിൽ എന്തോ ഒരു സംശയം ഉടലെടുക്കുന്നു. ഈ കുട്ടിയുടെ പിന്നിൽ ആരും അറിയാത്ത ഒരു വലിയ കഥ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അതേസമയം കാടിൻ്റെ ആഴങ്ങളിൽ തൻ്റെ ഗുഹയിൽ സമാധാനമായി ഉറങ്ങിക്കിടന്ന എലിയറ്റ് പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. പീറ്റിന് എന്തോ അപകടം സംഭവിച്ചുവെന്ന് അവന് മനസ്സിലാവുന്നു. ഒരു വാക്ക് പോലും പറയാതെ, ഒരു നിമിഷം പോലും വൈകാതെ അവൻ അതിവേഗം കാട്ടിലൂടെ പീറ്റിനെ തേടി പായുന്നു. പക്ഷേ എലിയറ്റ് അവിടെ എത്തുമ്പോഴേക്കും പീറ്റിനെ മനുഷ്യർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. എത്ര തിരഞ്ഞിട്ടും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടെത്താൻ കഴിയുന്നില്ല. ആദ്യമായി 10 വർഷത്തോളം ഒരിക്കലും വേർപിരിയാത്ത ആ 2 ആത്മാക്കൾ പരസ്പരം നഷ്ടപ്പെടുകയായിരുന്നു. ആ വേദനയും നിസ്സഹായതയും എലിയറ്റിനെ നിയന്ത്രിക്കാനാകാത്ത കോപത്തിലേക്ക് തള്ളിവിടുന്നു. അവൻ ഉച്ചത്തിലൊന്ന് ഗർജിച്ചു. ആ ഗർജനത്തിൽ കാടാകെ വിറച്ചു. അടുത്തു നിന്നിരുന്ന ഒരു ഭീമൻ മരം അവൻ്റെ ശക്തമായ പ്രഹരത്തിൽ വേരോടെ തകർന്നു വീണു. ആ നിമിഷം മുതൽ കാടിൻ്റെ ശാന്തത അവസാനിക്കുകയായിരുന്നു. തൻ്റെ കുടുംബത്തെ തിരികെ കണ്ടെത്താൻ എലിയറ്റ് എന്ത് വില കൊടുക്കാനും തയ്യാറായിരുന്നു. അതേസമയം ജാക്കിൻ്റെ സഹോദരനായ ഗാവിൻ കാട്ടിലെത്തുന്നു. മരം വെട്ടുകാരൻ മാത്രമല്ല, വേട്ടയാടുന്നതിൽ അതിയായ താല്പര്യമുള്ള ഒരാളുമായിരുന്നു അവൻ. വേരോടെ തകർന്നു കിടക്കുന്ന ആ ഭീമൻ മരം കണ്ടപ്പോൾ ഇത് ഒരു സാധാരണ മൃഗത്തിൻ്റെ ശക്തിയല്ലെന്ന് ഗാവിന് മനസ്സിലായി. ഈ കാട്ടിൽ ഇത്രയും ശക്തിയുള്ള ഒരു അജ്ഞാത ജീവി ഒളിഞ്ഞിരിക്കുന്നു. ആ ചിന്ത അവനിൽ കൗതുകമല്ല, വേട്ടക്കാരൻ്റെ ആവേശമാണ് ഉണർത്തിയത്. എന്ത് വില കൊടുത്തും ആ ജീവിയെ കണ്ടെത്തണമെന്ന് അവൻ തീരുമാനിച്ചു. അതേസമയം ആശുപത്രിയിൽ കുറച്ച് സമയത്തിന് ശേഷം പീറ്റിന് ബോധം തിരികെ ലഭിക്കുന്നു. കണ്ണു തുറന്നപ്പോൾ അവൻ കണ്ടത് വർഷങ്ങളായി മറന്നുപോയ മനുഷ്യരുടെ ലോകമായിരുന്നു. വെളുത്ത ചുമരുകൾ, വിചിത്രമായ യന്ത്രങ്ങൾ, അപരിചിതരായിട്ടുള്ള ആളുകൾ. കാടിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിക്ക് അതെല്ലാം ഒരു തടവറ പോലെ തോന്നി. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ജനൽ വഴി പുറത്തേക്ക് ചാടിയ പീറ്റ് നഗരത്തിൻ്റെ തെരുവുകളിലൂടെ ഓടിത്തുടങ്ങി. എലിയറ്റ്, എലിയറ്റ്. അവൻ്റെ ഓരോ വിളിയിലും നഷ്ടപ്പെട്ട കുടുംബത്തെ തിരികെ കണ്ടെത്താനുള്ള വേദനയുണ്ടായിരുന്നു. പക്ഷേ ആ വലിയ നഗരത്തിൽ അവൻ്റെ ശബ്ദം കേൾക്കാൻ എലിയറ്റ് ഉണ്ടായിരുന്നില്ല. അവസാനം ഓടിയെത്തിയത് ഒരു വഴിയില്ലാത്ത ഇടത്തിലേക്കാണ്. ഇനി എവിടേക്കും പോകാനാവില്ലെന്ന് മനസ്സിലാക്കി പീറ്റ് നിസ്സഹായനായി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഗ്രേസ് അവൻ്റെ അടുത്തെത്തുന്നത്. ഓടിപ്പിടിക്കാനോ ശകാരിക്കാനോ അല്ല, വളരെ പതുക്കെ അവൾ അവനെ ചേർത്ത് പിടിച്ചു. ആ ആലിംഗനത്തിൽ പീറ്റ് വർഷങ്ങൾക്ക് ശേഷം മറന്നുപോയ ഒരു വികാരം വീണ്ടും അനുഭവിച്ചു. സുരക്ഷ. ഒരമ്മയുടെ കരുതൽ പോലെ തോന്നിയ ആ സ്നേഹം അവൻ്റെ മനസ്സിലെ ഭയത്തെ പതിയെ അകറ്റി തുടങ്ങി. ഗ്രേസ് പീറ്റിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ വീട്ടിൽ ആദ്യമായാണ് വർഷങ്ങൾക്ക് ശേഷം പീറ്റ് ഒരു മനുഷ്യ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത്. എന്നാൽ അവൻ്റെ മനസ്സ് ഇപ്പോഴും കാട്ടിലായിരുന്നു. എലിയറ്റിൻ്റെ അടുത്തേക്ക് മടങ്ങി പോകണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് രാത്രിയായപ്പോൾ അവൻ വീണ്ടും ഒളിച്ചിറങ്ങി കാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത്തവണയും ഗ്രേസ് അവനെ തടഞ്ഞു. അവൾ പീറ്റിനെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായി പറയുന്നു, ഞാനും ചെറുപ്പത്തിൽ ഈ കാടിനെ ഇതുപോലെ തന്നെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു ഫോറസ്റ്റ് റേഞ്ചറായത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യമായി ഒരു മനുഷ്യന് തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പീറ്റിന് തോന്നി തുടങ്ങി. അറിയാതെ തന്നെ അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടും പതിയെ തിരികെ വരികയായിരുന്നു. ഗ്രേസ് പീറ്റിൻ്റെ കൈകൾ മെല്ലെ പിടിച്ചുകൊണ്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, എലിയറ്റിനെ കണ്ടെത്താൻ ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ വാക്ക് തരുന്നു. ആ വാക്കുകളിൽ കള്ളമൊന്നുമില്ലെന്ന് പീറ്റിന് മനസ്സിലായി. വർഷങ്ങളായി ആരെയും വിശ്വസിക്കാതെ ജീവിച്ചിരുന്ന ആ കുട്ടി ആദ്യമായി ഒരു മനുഷ്യനിൽ വിശ്വാസം കണ്ടെത്തുകയായിരുന്നു. ഒടുവിൽ ഒരു രാത്രിയെങ്കിലും ഗ്രേസിൻ്റെ വീട്ടിൽ താമസിക്കാൻ അവൻ സമ്മതിച്ചു. എന്നാൽ അവൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു, എലിയറ്റ് സുരക്ഷിതനായിരിക്കണേ. അതേസമയം കാടിൻ്റെ മറുവശത്ത് ഗ്യാവിൻ തൻ്റെ വേട്ട തുടരുകയായിരുന്നു. തകർന്നു വീണ മരത്തിന് ചുറ്റുമുള്ള മണ്ണ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വിസ്മയിപ്പിക്കുന്ന ചില കാൽപ്പാടുകൾ കാണുന്നത്. അവ സാധാരണ ഒരു മൃഗത്തിൻ്റെതായിരുന്നില്ല. ഓരോ കാൽപ്പാടും ഒരു മനുഷ്യൻ്റെ ശരീരത്തെക്കാൾ വലുതായിരുന്നു. അത് കണ്ട ഗ്യാവിൻ്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയെ വേട്ടയാടാനുള്ള ആവേശമായിരുന്നു. ആ ഭീമൻ ജീവി ഈ കാട്ടിൽ തന്നെയുണ്ട്, അവൻ ഉറപ്പിച്ചു. എന്നാൽ ഗ്യാവിനറിയാത്ത ഒരു രഹസ്യമുണ്ടായിരുന്നു. അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എലിയറ്റ് യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് അധികം ദൂരെയായിരുന്നില്ല. പക്ഷേ എലിയറ്റിന് മറ്റാർക്കുമില്ലാത്ത ഒരു അത്ഭുത ശക്തി ഉണ്ടായിരുന്നു. ആഗ്രഹിച്ചാൽ അവന് അദൃശ്യനാകാൻ കഴിയും. അതിനാൽ ഗ്യാവിനും കൂട്ടിനും എത്ര തിരഞ്ഞിട്ടും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രിയായപ്പോഴും വേട്ട അവസാനിപ്പിക്കാൻ ഗ്യാവിൻ തയ്യാറായില്ല. തൻ്റെ ആളുകളുമായി അവൻ കാട്ടിലേക്ക് മടങ്ങി തിരച്ചിൽ കൂടുതൽ ശക്തിപ്പെടുത്തി. ഒടുവിൽ ഒരു വലിയ ഗുഹ അവർ കണ്ടെത്തി. അത് എലിയറ്റിൻ്റെ അഭയകേന്ദ്രമായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ കയറിയ അവർക്ക് ഒരു പഴയ കഥാപുസ്തകം ലഭിക്കുന്നു. വർഷങ്ങളായി പീറ്റ് നെഞ്ചോട് ചേർത്ത് വച്ചിരുന്ന അവൻ്റെ മാതാപിതാക്കളുടെ അവസാന ഓർമ്മയായ അതേ പുസ്തകം. അത് കയ്യിലെടുത്ത നിമിഷം ഗ്യാവിന് ഒരു കാര്യം വ്യക്തമായി. ഈ അജ്ഞാതജീവിക്കും ആ കാട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ ബാലനും പരസ്പരം ആഴത്തിൽ ബന്ധമുണ്ടായിരുന്നു.
ആ തിരിച്ചറിവ് ഇനി സംഭവിക്കാൻ പോകുന്ന വലിയ സംഭവങ്ങളുടെ ഒരു വലിയ തുടക്കമായിരുന്നു. ഗ്യാവിനും കൂട്ടരും ആ പഴയ കഥാപുസ്തകം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനൊരുങ്ങിയ ആ നിമിഷം ഗുഹയ്ക്കുള്ളിൽ ഒരു വലിയ നിഴൽ പതുക്കെ അണങ്ങി. അടുത്ത നിമിഷം അവരുടെ മുന്നിലേക്ക് പച്ച നിറമുള്ള ആ ഭീമൻ ഡ്രാഗൺ പ്രത്യക്ഷപ്പെട്ടു. എലിയറ്റ് അവനെ കണ്ടതും എല്ലാവരുടെയും മുഖത്തെ നിറം മങ്ങി. ഇതുവരെ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു ജീവി സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്ന സത്യം അവർക്ക് വിശ്വസിക്കാനായില്ല. ഭയന്ന് എല്ലാവരും ജീവനം കൊണ്ടോടി. എന്നാൽ അവരെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ശക്തി എലിയറ്റിനുണ്ടായിരുന്നിട്ടും അവനൊന്നും ചെയ്തില്ല. കാരണം അവനൊരു വേട്ടക്കാരനല്ല, സ്നേഹം മാത്രം അറിയുന്ന ഒരു ജീവിയായിരുന്നു. അതേസമയം ഗ്രേസിൻ്റെ വീട്ടിൽ പോലീസും മറ്റു ഉദ്യോഗസ്ഥരും പീറ്റിനെക്കുറിച്ചുള്ള പഴയ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ വർഷങ്ങളായി കാണാതായ ആ കുട്ടിയുടെ യഥാർത്ഥ തിരിച്ചറിയൽ അവർ കണ്ടെത്തുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിലുണ്ടായ കാറപകടത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അപ്രത്യക്ഷമായ അതേ കുട്ടിയായിരുന്നു പീറ്റ്. ആ സത്യം കേട്ടപ്പോൾ ഗ്രേസിൻ്റെ ഹൃദയം തകർന്നുപോയി. കാരണം ചെറുപ്പത്തിൽ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട വേദന എന്താണെന്ന് അവൾക്കും കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പീറ്റിൻ്റെ ഏകാന്തതയും അവൻ്റെ മനസ്സിലെ മുറിവുകളും മറ്റാരേക്കാളും നന്നായിട്ട് അവൾക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം മാത്രം അവൾക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വെറും 5 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരാളുടെയും സഹായമില്ലാതെ 6 വർഷം എങ്ങനെ ഈ കാട്ടിൽ ജീവിച്ചു? അതും മനുഷ്യന് അസാധ്യമായ കാര്യമാണെന്ന് അവൾക്ക് തോന്നി. അല്പസമയം കഴിഞ്ഞ് ഗ്രേസ് വളരെ സ്നേഹത്തോടെ പീറ്റിനോട് പറഞ്ഞു, നാളെ സോഷ്യൽ സർവീസിലുള്ള ആളുകൾ ഇവിടെ വരും. അവർ നിന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആ വാക്കുകൾ കേട്ടപ്പോൾ പീറ്റിൻ്റെ മുഖം മങ്ങിപ്പോയി. കാരണം അവന് മനുഷ്യരുടെ ലോകത്തു നിന്നല്ല ഭയം, എലിയറ്റിൽ നിന്ന് വീണ്ടും വേർപിരിയേണ്ടി വരുമോ എന്ന ഭയമായിരുന്നു. അവൻ്റെ മനസ്സിലുള്ള ആ വിഷമം മനസ്സിലാക്കിയ ഗ്രേസ് ശാന്തമായി ഒരു ചോദ്യം ചോദിച്ചു. ഇത്രയും വർഷം നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിച്ചത്? പീറ്റ് ഒരു ചെറിയ പുഞ്ചിരിയോടെ തല ഉയർത്തി. പിന്നെ വളരെ പതുക്കെ മറുപടി പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ആ ഒരു വാക്കിൽ അവനും എലിയറ്റും തമ്മിലുള്ള 6 വർഷത്തെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മുഴുവൻ കഥ ഒളിഞ്ഞിരുന്നിരുന്നു. പീറ്റ് ഗ്രേസിനെ നോക്കി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ പേര് എലിയറ്റ്. ഗ്രേസ് അതിശയത്തോടെ അവനെ നോക്കി. അപ്പോൾ പീറ്റ് തൻ്റെ കൈകൊണ്ട് വരച്ച ഒരു ചിത്രം അവൾക്ക് കാണിച്ചു കൊടുത്തു. അതിലുണ്ടായിരുന്നത് ഒരു വലിയ പച്ച നിറമുള്ള ഡ്രാഗണായിരുന്നു. ആ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പീറ്റ് പറഞ്ഞു, ഇവനാണ് എലിയറ്റ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ഇത്രയും വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഗ്രേസിന് ആദ്യം അത് ഒരു കുഞ്ഞിൻ്റെ സങ്കല്പം മാത്രമാണെന്നാണ് തോന്നിയത്. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ആത്മാർത്ഥത കള്ളം പറയുന്നതായിരുന്നില്ല. അതേസമയം വീടിന് പുറത്ത് ഗ്യാവിൻ ജാക്കിനോട് തൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഒരു ഡ്രാഗനെ കണ്ട കാര്യം ആവേശത്തോടെ പറയുകയായിരുന്നു. അത് ഈ കാട്ടിലുണ്ട്, എന്ത് വില കൊടുത്തും അതിനെ ഞാൻ പിടിക്കും. എന്നാൽ ജാക്ക് അതൊന്നും വിശ്വസിച്ചില്ല. ഡ്രാഗണോ? അതൊക്കെ വെറും കഥകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഗ്യാവിൻ്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. ഈ സംഭാഷണം മുഴുവൻ ഗ്രേസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവളുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നുപോയി. പീറ്റിൻ്റെ കഥ, അവൻ വരച്ച ഡ്രാഗൻ്റെ ചിത്രം, ഇപ്പോൾ ഗ്യാവിൻ പറഞ്ഞ അതേ ഡ്രാഗൺ. അവൾ പതിയെ ഒരു സത്യം തിരിച്ചറിയാൻ തുടങ്ങി. പീറ്റ് പറഞ്ഞതെല്ലാം ഒരുപക്ഷെ സത്യമാകാം. അടുത്ത ദിവസം പീറ്റും നദാലിയും ഒരുമിച്ചിരുന്ന് പഴയ കഥാപുസ്തകം വായിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പീറ്റിൻ്റെ മുഖത്ത് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ സന്തോഷം വീണ്ടും തെളിയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വീട്ടിലെ ജനലിന് പുറത്തു നിന്ന് ആരോ അവനെ നിശബ്ദമായി നോക്കുന്നുണ്ട്. അത് എലിയറ്റായിരുന്നു. ദിവസങ്ങളായുള്ള തിരച്ചിലിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട പീറ്റിനെ അവൻ കണ്ടെത്തിയിരുന്നു. പക്ഷേ അടുത്ത നിമിഷം എലിയറ്റിൻ്റെ സന്തോഷം പതിയെ മാഞ്ഞുപോയി. പീറ്റ് ഇപ്പോൾ ഒരു കുടുംബത്തോടൊപ്പം ചിരിച്ചും സംസാരിച്ചും സന്തോഷത്തോടെ കഴിയുന്നത് അവൻ കണ്ടു. ആ കാഴ്ച കണ്ടപ്പോൾ വർഷങ്ങളായി പീറ്റിനെ സ്വന്തം കുടുംബമായി കരുതിയിരുന്ന എലിയറ്റിൻ്റെ ഹൃദയത്തിൽ ഒരു പുതിയ വികാരം ജനിച്ചു, ഏകാന്തത. ഇനി പീറ്റിന് എന്നെ ആവശ്യമില്ലേ? ആ നിശബ്ദമായ ചോദ്യം ഒരു വാക്ക് പോലും പറയാതെ എലിയറ്റിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ ഒരു നിമിഷം ആ ഭീമൻ ഡ്രാഗൺ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ജീവിയെപ്പോലെ തോന്നുകയായിരുന്നു. പീറ്റിൻ്റെ സന്തോഷം കണ്ട എലിയറ്റ് ഒരൊറ്റ ശബ്ദം പോലും ഉണ്ടാക്കാതെ പതിയെ തിരിഞ്ഞു നടന്നു. അവനെ വിളിക്കാൻ പീറ്റിന് പോലും അവസരം ലഭിച്ചില്ല. ഹൃദയം നിറഞ്ഞ സ്നേഹമുണ്ടായിട്ടും സ്വന്തം സന്തോഷത്തെക്കാൾ പീറ്റിൻ്റെ സന്തോഷമാണ് വലുതെന്ന് കരുതിയ എലിയറ്റ് നിശബ്ദമായി വീണ്ടും കാട്ടിലേക്ക് മടങ്ങി. അവനെ വിളിക്കാൻ പീറ്റിന് പോലും അവസരം ലഭിച്ചില്ല. ഹൃദയം നിറഞ്ഞ സ്നേഹമുണ്ടായിട്ടും സ്വന്തം സന്തോഷത്തെക്കാൾ പീറ്റിൻ്റെ സന്തോഷമാണ് വലുതെന്ന് കരുതിയ എലിയറ്റ് നിശബ്ദമായി വീണ്ടും കാട്ടിലേക്ക് മടങ്ങി. ആ കാഴ്ച പീറ്റിന് അറിയില്ലായിരുന്നു. പക്ഷേ എലിയറ്റിൻ്റെ മനസ്സ് അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ഗ്രേസിൻ്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നു, പീറ്റ് വരച്ച ആ ഡ്രാഗൻ്റെ ചിത്രം.
അവൾ ആ ചിത്രമെടുത്ത് തൻ്റെ അച്ഛനായ മീച്ചത്തിനടുത്തേക്ക് പോകുന്നു. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും മീച്ചത്തെ അറിയാമായിരുന്നു. പക്ഷേ ഒരു കാരണത്താൽ പലരും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. വർഷങ്ങളായി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു: ഞാൻ ഈ കാട്ടിൽ ഒരു ഡ്രാഗനെ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് കേട്ടവരാരും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നില്ല. എല്ലാവർക്കും അതൊരു വൃദ്ധൻ്റെ സങ്കല്പം മാത്രമായിരുന്നു. ഗ്രേസ് പീറ്റ് വരച്ച ചിത്രം അച്ഛൻ്റെ കൈകളിൽ കൊടുത്തപ്പോൾ മീച്ചത്തിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നിശ്ചലമായി. അദ്ദേഹം ഉടനെ തന്നെ വർഷങ്ങൾക്ക് മുമ്പും സ്വന്തം കൈകൊണ്ട് വരച്ച ആ പഴയ ചിത്രങ്ങൾ എടുത്തു നോക്കി. രണ്ടും അടുത്തടുത്ത് വെച്ചപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പോലും പറയാനായില്ല. കാരണം രണ്ട് ചിത്രങ്ങളിലും ഉണ്ടായിരുന്നത് ഒരേ ഡ്രാഗണായിരുന്നു. കുറച്ചു നേരം നിശബ്ദനായിരുന്ന ശേഷം മീച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം മകളോട് തുറന്നു പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് യുവാവായിരുന്ന കാലത്ത് വേട്ടയ്ക്കായി ഈ കാട്ടിലേക്ക് വന്നപ്പോൾ ആദ്യമായി അദ്ദേഹം ആ ഡ്രാഗനെ കണ്ടിരുന്നു. ഭയം കൊണ്ടല്ല, വേട്ടക്കാരൻ്റെ സ്വഭാവം കൊണ്ടാണ് അദ്ദേഹം തോക്കുയർത്തിയത്. ഡ്രാഗൻ്റെ നേരെ ലക്ഷ്യം വെച്ചു. പക്ഷേ ആ ഡ്രാഗൺ തിരിച്ചാക്രമിച്ചില്ല. അത് വെറും ശാന്തമായി മീച്ചിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആ നോട്ടത്തിൽ ക്രൂരതയോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നിഷ്കളങ്ക ജീവിയുടെ നിശബ്ദത മാത്രമായിരുന്നു. അല്പസമയം അവർ പരസ്പരം നോക്കി നിന്നു. ശേഷം ഡ്രാഗൺ തൻ്റെ വലിയ ചിറകൾ വിരിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു. ആ ദിവസത്തിന് ശേഷം മീച്ച് ആ കഥ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. എല്ലാവരും അത് വെറും ഭാവനയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് പീറ്റ് വരച്ച ആ ചെറിയ ചിത്രം വർഷങ്ങളായി ആരും വിശ്വസിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ കഥ സത്യമാണെന്ന് തെളിയിക്കുകയായിരുന്നു. മീച്ചിൻ്റെ കഥ കേട്ടപ്പോൾ ഗ്രേസിൻ്റെ മനസ്സ് ആകെ മാറിപ്പോയിരുന്നു. വർഷങ്ങളായി അവൾ ഈ കാട്ടിലെ ഓരോ വഴിയിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ മരത്തെയും ഓരോ പുഴയെയും അവൾക്ക് പരിചയമായിരുന്നു. പക്ഷേ ഇത്രയും വർഷത്തിനിടയിലും ആ അത്ഭുത ഡ്രാഗണിനെ ഒരിക്കൽ പോലും അവൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പീറ്റിൻ്റെ വാക്കുകളും മീച്ചിൻ്റെ ഓർമ്മകളും ഗ്യാവിൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂട്ടി വായിച്ചപ്പോൾ ഒരു കാര്യം അവൾക്ക് ഉറപ്പായി: എലിയറ്റ് ശരിക്കുമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഗ്രേസ്, മീച്ച്, നതാലി, പീറ്റ് എന്നിവർ ഒരുമിച്ച് കാട്ടിലേക്ക് യാത്ര തിരിച്ചു. മുന്നിൽ നടന്നത് പീറ്റായിരുന്നു. വർഷങ്ങളായി സ്വന്തം വീട് പോലെ ജീവിച്ച കാടായതുകൊണ്ട് തന്നെ ഓരോ വഴിയും അവന് മനഃപ്പാടമായിരുന്നു. മരങ്ങൾക്കിടയിലൂടെ ഏറെ ദൂരം നടന്ന ശേഷം ഒടുവിൽ അവർ ഒരു വലിയ ഗുഹയുടെ മുന്നിലെത്തി. അതാണ് എലിയറ്റിൻ്റെ വീട്. പീറ്റിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവനൊരു ചെറിയ പുഞ്ചിരിയോടെ ഉറക്കെ വിളിച്ചു. എലിയറ്റ്. കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത മാത്രം. പിന്നെ ഗുഹയുടെ ഇരുട്ടിൽ നിന്ന് ഒരു വലിയ നിഴൽ പതിയെ പുറത്തേക്ക് വന്നു. പച്ച നിറമുള്ള ഭീമൻ ശരീരം, സ്നേഹം നിറഞ്ഞ മഞ്ഞ കണ്ണുകൾ. അത് എലിയറ്റായിരുന്നു. ആദ്യമായി അവനെ നേരിൽ കണ്ട ഗ്രേസും നതാലിയും മീച്ചും ഒരു നിമിഷം ഭയന്നുപോയി. പക്ഷേ എലിയറ്റ് പതുക്കെ പീറ്റിനടുത്തേക്ക് വന്ന് ഒരു കുഞ്ഞിനെ പോലെ അവനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ഭയം പതിയെ ഇല്ലാതെയായി. അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നത് ക്രൂരതയല്ല, സ്നേഹവും നിഷ്കളങ്കതയും മാത്രമായിരുന്നു. അവനൊരു ഭീകരജീവിയല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. മനുഷ്യരെ പോലെ തന്നെ സ്നേഹിക്കാനും നഷ്ടപ്പെടാനും അറിയുന്ന ഒരു ജീവിയായിരുന്നു എലിയറ്റ്. ആ കാഴ്ച കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. വർഷങ്ങളായി കഥകളിൽ മാത്രം കേട്ടിരുന്ന ആ ഡ്രാഗണിനെ ഒടുവിൽ അവർ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്നു. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പിന്നിൽ നിന്ന് കാലടികളുടെ ശബ്ദം കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ ആയുധങ്ങളുമായിട്ട് ഗ്യാവിനും അവൻ്റെ വേട്ടക്കാരുടെ സംഘവും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു.